ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ടോപ്പിക് എടുത്തൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസം വൈകുന്നേരം ഇങ്ങനെ ഇവിടെ വന്നിരിക്കാറുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. കാരണം ഇവിടെ നല്ല കാറ്റാണ്, അതുപോലെ തന്നെ നല്ല ഒരുപാട് മരങ്ങൾ നിൽക്കണ കൊണ്ടിട്ട് നല്ല തണലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഓക്സിജൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നിരിക്കും. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പം ഞാൻ എന്നും പറയണത് പോലെ ഇവിടുത്തെ ചുറ്റുപാടിലെ മൊത്തം കാഴ്ചകളും ഞാൻ പറ്റുന്നൊരു ദിവസം എടുത്ത് തരൂ കേട്ടോ. അത്രയധികം കാണാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു വെച്ചൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. കണ്ട പുറത്തോട്ടൊക്കെ റബ്ബറും പിന്നെ അതുപോലെ തന്നെ കോഫിയുടെ മരം, കാപ്പിപ്പൊടിയുടെ മരം അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഹൗസ് ഓണർ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ കാണാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് എടുത്ത് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യണമല്ല. എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം ഞാനങ്ങ് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് യൂട്യൂബിംഗ് മേഖലയിലുള്ളവർ അനുഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബർമാരെന്ന് പറയുന്നത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ആൾക്കാർക്കിടെ മുന്നിൽ കുറേ അപഹാസ്യരാവാറുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് എത്രത്തോളം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പേരുടെ പുച്ഛമൊക്കെ കേൾക്കേണ്ടി വരും. പലപ്പോഴും ഞാനിപ്പോൾ എല്ലാ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പം ചില ആളുകൾ വന്നിട്ട് പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട്, ചാനൽ കാണാറുണ്ട്, നല്ലതാണ് ഒക്കെ പറയുന്നവരുണ്ട്. എങ്കിൽ ചില ആളുകൾ വന്നിട്ട് അയ്യോ എന്തൊരു പ്രത്യേക ചാനലാടി നിൻ്റെ, എനിക്ക് വേറെ ഒരു കണ്ടൻറ്റും കിട്ടിയൊന്നുമില്ലേ, നീ പഠിച്ചതൊന്നും അല്ലല്ലോ, എനിക്ക് ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ലേ, നേരം പോകാനായിട്ടല്ലേ, സമയം പോകാനായിട്ട് ചെയ്യണതല്ലേ, പ്രത്യേകിച്ച് കാര്യമുണ്ടായിട്ട് ചെയ്യണമെന്നല്ലല്ലോ, അങ്ങനെ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്നവരും ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറയണത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷനാണ്. ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങളായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ മോൾക്കോ അല്ലെങ്കിൽ എൻ്റെ അനുജത്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ചിലപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ സ്വപ്നങ്ങളോ ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെയും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മുടെ പാഷൻ എന്താണോ അതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പം അതിനെ കളിയാക്കണതിലും നല്ലത് നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്ര ചിരി വരുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലേക്ക് ഇരുന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുമ്പം എനിക്ക് വിഷമമില്ല കേട്ടോ, അത് പറയണം. അതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവരോട് ദേഷ്യ വിഷമോ അങ്ങനെയൊന്നും വരാറില്ല. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പം എന്നൊരു തോന്നൽ വരാറുണ്ട്. പക്ഷെ ചില ആളുകൾ, എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ, യൂട്യൂബിൽ മേഖലയിലുള്ള സുഹൃത്തുക്കൾ, അവർക്കൊക്കെ ശരിക്കും വിഷമം വരുന്നുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം അതൊരു 5 മിനിറ്റോ 2 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും അതിൽ ഒത്തിരി അധികം ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവുക, അതിൽ നിന്ന് ഏണിങ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ രാപ്പകൽ ചിലപ്പം 1, 2, 3 വർഷമൊക്കെ എടുത്തിട്ട് യൂട്യൂബ് ചാനലിനെ മോണിറ്റൈസ് ആക്കിയിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അത്രയും ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പറയുമ്പം അവർക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, വീട്ടിൽ ഇന്നാൾ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ചെറിയ വിഷമമായി, വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ വെറുതെ ഇരിക്കുകയല്ല, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വിചാരിച്ച് അത് വെറുതെ ഒരു നേരം പോക്കിന് ചെയ്യുന്നു, അങ്ങനെയല്ല. ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് അതിൻ്റേതായ കഷ്ടപ്പാടുകൾ, ഏതൊരു ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ യൂട്യൂബേഴ്സിനും അവരവരുടെ വീഡിയോ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്. ചിലപ്പോൾ ഉറക്കമുളച്ചൊക്കെ ഇരുന്ന് നമ്മൾ രാത്രിയൊക്കെ ആയിരിക്കുള്ളൂ ഇങ്ങനെ വീഡിയോ ചെയ്യുക. ചിലപ്പോൾ കണ്ടൻറ്റുകൾ എടുക്കാൻ ഒരുപാട്, ഇപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ ചെയ്യുന്ന സമയത്ത് കുറേ സെർച്ച് ചെയ്തിട്ടായിരിക്കും നമുക്കത് കിട്ടുക. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും, കുറേ വീഡിയോസ് കാണും, അനുബന്ധ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കുള്ളൂ നമ്മുടെ ചാനലിൽ കുറേ മണിക്കൂർ, ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് പിടിച്ച് കട്ട് ചെയ്ത് അങ്ങനെ കുറേ മണിക്കൂറുകളുടെ നമ്മുടെ എഫേർട്ടായിരിക്കുള്ളൂ ആ ഒരു 5 മിനിറ്റിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഈ പറയുന്നത് പോലെ തന്നെ പിന്നെ എല്ലാവരും ചോദിക്കുന്ന യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടാറുണ്ട് ഇത് വെച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പാഷൻ ഞാൻ ചെയ്യുമ്പം അതിലെനിക്ക് വല്ലാത്ത സംതൃപ്തി ഉണ്ട്. ഞാനത് സംതൃപ്തിയോടുകൂടിയാണ് ചെയ്യുന്നത്. പിന്നെ എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മ വെറുതെ വീട്ടിലിരിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ പോകുന്നത് അല്ലേ. അപ്പോൾ എന്ത് നീ ഇങ്ങോട്ട് പോരെ, കണ്ണനൂടെ കളിക്കുന്നുണ്ട്, അതാണ് അമ്മ വരാ. കണ്ണൻ്റെ വണ്ടി ഒന്ന് മറിഞ്ഞു, സൈക്കിളിന് കളിച്ചുകൊണ്ടിരിക്കാൻ അന്ന് മറിഞ്ഞാറിന് എടുത്തു കൊടുക്കാൻ പോയതാ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഏതൊരു വീഡിയോയ്ക്ക് പിന്നിലും ആളുകളുടെ ഒരുപാട് നേരത്തെ എഫോർട്ട് ഉണ്ട്. അപ്പോൾ ഏതൊരു ജോലി ചെയ്യുന്നത് പോലെ തന്നെയും റിസ്ക്കും ഇതിലുണ്ട്. അപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വരുമാനം ഇല്ലാണ്ട് വെറുതെ ഇത് കൊണ്ടു നടക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തിലുപരി എൻ്റെ സന്തോഷമാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രാധാന്യമുള്ളത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് കുട്ടികളെയും നോക്കി എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എനിക്ക് മാസം കുറച്ച് എൻ്റെ ആവശ്യത്തിനുള്ള പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ വലിയ സന്തോഷം കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതെനിക്ക് വലിയ സന്തോഷം തരുന്നുണ്ട്. അമ്മ വീഡിയോ പിടിക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ് വരാം. അപ്പോൾ യൂട്യൂബേഴ്സിനോടാണെങ്കിലും ഇനി പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഒരുപാട് കളിയാക്കലുകൾ വരും. എല്ലാ തരത്തിലുള്ള നമ്മളെ മാനസികമായിട്ട് എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ തളർത്തും. ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ വളരെ മോശമായിട്ടാണ് യൂട്യൂബ് ചാനലുകളെ തന്നെ എൻ്റെ ചാനൽ മാത്രമല്ല മൊത്തത്തിൽ യൂട്യൂബ് ചാനലുകളെ തന്നെ പറയുന്ന ആളും യൂട്യൂബ് കാണുന്നുണ്ടാവും, ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ കുറച്ച് അറിവുള്ളവരെ അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസാക്ഷിയൊക്കെ ഉള്ളവർ നമ്മളുടെ കസിൻസോ അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരോ പുതുതായിട്ട് എന്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് വൺ നമ്മളവരെ കുറ്റം പറഞ്ഞതിനെ കുറച്ച് കാണിക്കത്തില്ല. നിങ്ങളെക്കൊണ്ടാവും എന്ന് ഒരു സ്ട്രോങ് ആയൊരു നമ്മളൊരു മോട്ടിവേഷനെ കൊടുക്കത്തുള്ളൂ. പക്ഷേ അല്ലാത്തവരും ഉണ്ട്, കാരണം പല വിധത്തിലുള്ള മനുഷ്യരാണല്ലോ ചുറ്റിനുമുള്ളവർ. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് നടക്കുന്നത് വരില്ല. പലപ്പോഴും നിങ്ങൾ തന്നെ ചെറുതാവുള്ളൂ. ഇങ്ങനെ മറ്റുള്ളവരെ കുറച്ച് കാണിക്കുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് തോൽവിയുള്ളത് കൊണ്ടിട്ടാണ് മറ്റുള്ളവരെയും കുറച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരും അങ്ങനെ വരണം എന്ന് വിചാരിക്കുന്നത്. അവിടെ ഇരിക്കേ. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലയിൽ നിങ്ങൾ വന്ന് ചെയ്യാൻ തുടങ്ങിയാലും എപ്പോഴും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളായിരിക്കുള്ളൂ കൂടുതലായിട്ട് ആളുകൾ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങളുടെ പാഷൻ നിങ്ങൾ വിടണോ? വേണ്ട. നിങ്ങളുടെ പാഷൻ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, അറിയില്ല മോനെ, ഇല്ല, കണ്ണന് ഇവിടെ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. കാണണ്ടതിന് അവനെ കാണുന്നില്ലല്ലേ, എവിടെ ഇരിക്കുന്നുണ്ട് കണ്ടു. ഇനി നമ്മൾ വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങളുടെ പാഷൻ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. അതിൽ നിന്ന് 1 രൂപ കിട്ടിയാലും നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ ആദ്യമേയൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ എൻ്റെ അടുത്തുള്ളവരൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യം, നീ അതിൽ നിന്ന് 1 രൂപ മേടിക്കുന്നത് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജെന്യുവനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം സഹായിച്ചുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾക്കുള്ള വരുമാനം. അപ്പം അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ സത്യം പറഞ്ഞാൽ നമ്മളവരെ വെല്ലുവിളിക്കാനോ ചീത്ത പറയാനോ ഒന്നും നിൽക്കുന്നില്ല അല്ലേ. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക. മറ്റുള്ളവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും, കളിയാക്കുന്നവരും കുറ്റം പറയുന്നവരും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിലൊന്നും ഓർത്തിട്ട് വിഷമിക്കണ്ട. അപ്പോൾ അത് അങ്ങനെയൊന്ന് പറയാം, ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.